കോഴിക്കോട് കാക്കൂരിൽ സുന്നത്ത് കർമ്മത്തിനിടെ 2 മാസം പ്രായമായ കുഞ്ഞു മരിച്ച സംഭവത്തെക്കുറിച്ച് ഉള്ള വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഈ വാർത്തയിലെ കൂടുതൽ അപ്ഡേഷൻസ് ആണ് ആദ്യം നോക്കുന്നത്. കാക്കൂർ കോഓപ്പറേറ്റീവ് ക്ലിനിക്കിനെതിരെയാണ് ആരോപണവുമായി കുടുംബം രംഗത്ത് എത്തിയിരിക്കുന്നത്. അതേസമയം മരിച്ച 2 മാസം പ്രായമായ ആൺകുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് പുറത്തു വരികയും ചെയ്യും. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാനായി അനഘ ഹർഷനാണുള്ളത്. അനഘ, നമ്മെ ഏറെ വിഷമിപ്പിച്ച വാർത്തയാണ്. 2 മാസം മാത്രം പ്രായമായ കുഞ്ഞിന്റെ സുന്നത്ത് കർമ്മം. ആ സുന്നത്ത് കർമ്മത്തിനിടെ ഈ കുഞ്ഞ് മരിക്കുന്നു. ഇന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരവും. എങ്ങനെയാണ് ആ കുടുംബത്തിന്റെ ആരോപണങ്ങൾ എന്തൊക്കെയാണ്? രാഖി, ചേളന്നൂർ സ്വദേശികളായ ദമ്പതികളുടെ 2 മാസം പ്രായമായ ആൺകുഞ്ഞാണ് സുന്നത്ത് കർമ്മത്തിനിടെ മരണപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ രാവിലെ ആയിരുന്നു ഈ സംഭവം നടക്കുന്നത്. ഈ ചേളന്നൂർ സ്വദേശികളായ ഇവർ കാക്കൂരിലെ ഈ കോഓപ്പറേറ്റീവ് ക്ലിനിക്കിലേക്ക് എത്തുന്നു. ഈ ക്ലിനിക്കിൽ നിന്ന് സുന്നത്ത് കർമ്മത്തിനായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ ആരംഭിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ഈ ആദ്യം കുടുംബം ഉന്നയിച്ചിരുന്നത് അനസ്തേഷ്യ നൽകിയിരുന്നു എന്നാണ്. എന്നാൽ പിന്നീട് കുടുംബം പറയുന്നത് അനസ്തേഷ്യയല്ല, കുഞ്ഞിനൊരു മരുന്ന് കുത്തിവെച്ചിരുന്നു. അതിനുശേഷം കുഞ്ഞ് ചിരിക്കുകയോ മറ്റ് കുഞ്ഞിന് അനക്കമില്ലാത്തൊരവസ്ഥ വരികയും പിന്നീട് കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. ഈ സ്വകാര്യ ആശുപത്രിയിൽ എത്തിയ സമയത്ത് തന്നെ കുഞ്ഞിന് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ കുടുംബം പ്രധാനമായും ഉന്നയിക്കുന്ന ആരോപണം ഈ ക്ലിനിക്കിനെതിരെയാണ്, ഈ കോഓപ്പറേറ്റീവ് സർവീസ് ക്ലിനിക്കിനെതിരെയാണ്. ഈ ക്ലിനിക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിപ്പിക്കുന്ന കോൺഗ്രസിന്റെ ഏറ്റവും അടുത്ത ആളുകളൊക്കെ തന്നെ ഉള്ള ഒരു ക്ലിനിക്ക് കൂടിയാണ് ഇത്. ഈ ക്ലിനിക്കിനെതിരെയാണ് കുടുംബം ആദ്യം മുതൽ തന്നെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷെ അപ്പോഴും കുടുംബം തന്നെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരണം. ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മാത്രമായിരിക്കും തങ്ങൾ കൃത്യമായ നിയമ നടപടിയിലേക്കൊക്കെ തന്നെ ഈ ക്ലിനിക്കിനെതിരെ അടക്കമുള്ള ആരോപണങ്ങളിൽ നിയമ നടപടിയിലേക്ക് പോകൂ എന്ന് കൂടി കുടുംബം പറയുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ കുടുംബം ഉന്നയിക്കുന്നതനുസരിച്ചാണെങ്കിൽ ഇന്നലെ ആ ക്ലിനിക്കിലേക്ക് പോകുമ്പോൾ ഈ കുഞ്ഞിന് മറ്റു പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ സുന്നത്ത് കർമ്മം നടത്തുന്നതിനായിട്ട് വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ചെയ്തതിന് ശേഷമാണ് കുഞ്ഞിന് ശാരീരികമായ അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവിടെ സംഭവിച്ച ഒരു കൈപ്പിഴ കൊണ്ടാണ് ഈ കുഞ്ഞിന് മരണം സംഭവിച്ചിരിക്കുന്നത് എന്നാണ് കുടുംബം പറയുന്നത്. പക്ഷെ അപ്പോഴും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ എന്താണ് യഥാർത്ഥ മരണകാരണം എന്ന് പുറത്തു വരികയുള്ളൂ. നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരും എന്നാണ്. അതിനുശേഷമായിരിക്കും ഈ ക്ലിനിക്കിനെതിരെ അടക്കമുള്ള നടപടികളിലേക്ക് ഈ കുടുംബം നടക്കുക. ഈ സുന്നത്ത് എന്ന് പറയുന്നത് ഈ മതപരമായി നടത്തുന്ന ഒരു ചടങ്ങാണ്. ഈ ചടങ്ങിനിടെയാണ് വെറും 2 മാസം മാത്രം പ്രായമായ ഒരു ആൺകുഞ്ഞിന് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഇത് ആരുടെ വീഴ്ചയാണ്? ക്ലിനിക്കിന്റെ വീഴ്ചയാണോ? മറ്റെന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ ഒരു വ്യക്തത വരും. രാഖി. ശരി അനഘ, കോഴിക്കോട് കാക്കൂറിലാണ് സുന്നത്ത് കർമ്മത്തിനിടെ 2 മാസം പ്രായമായ കുഞ്ഞ് മരിച്ചത്. ഈ സംഭവത്തിൽ കാക്കൂർ കോഓപ്പറേറ്റീവ് ക്ലിനിക്കിനെതിരെയാണ് കുടുംബം രംഗത്തുള്ളത്. മരിച്ച 2 മാസം പ്രായമുള്ള ആ കുഞ്ഞിൻ്റെ ആൺകുഞ്ഞായിരുന്നു. ആ ആൺകുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് പുറത്ത് വരികയും ചെയ്യും. എന്തായാലും മരണകാരണം, ക്ലിനിക്കിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ, ഇതെല്ലാം തന്നെ കൂടുതൽ പരിശോധന വിധേയമാകേണ്ടതാണ്. കുടുംബം ഇത് സംബന്ധിച്ച് പരാതി നൽകുന്നുണ്ട്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത് അനഘ ഹർഷനാണ് കോഴിക്കോട് നിന്ന്.